So in today's class, we'll be learning about the difference between the domestic business operations and international business operations. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് യുവർ ഓൺ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് ഇസ് വൺ വിച്ച് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് യുവർ കൺട്രി. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്, പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. So the first difference is, see, in case of your domestic business operation, you're well aware of the economic condition of your business. Economic condition of your country, the political situation here, the legal factors, the socio-cultural elements, competitive and technological environment, everything is known to you. നമ്മുടെ business environment നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട് എവർ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ യുവർ എൻവയൺമെന്റ്, യു ആർ വെൽ അവെയർ ഓഫ് ഇറ്റ് ഈവൻ ബിഫോർ ദ ചേഞ്ച് ടേക്സ് പ്ലേസ്. ആ ഒരു ചേഞ്ച് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസ്, എല്ലാ എലമെന്റ്സും നമുക്ക് നോൺ അല്ല. ഒന്നാമത് ആ രാജ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മൾ വെളിയിൽ പോയി ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ലോട്ട് ഓഫ് ഹിഡൻ ഫാക്ടേഴ്സ്. അപ്പോൾ പ്രോബ്ലംസ് മൈറ്റ് കം അപ്പ് വെരി ഫാസ്റ്റ് ആൻഡ് യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു കോപ്പ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷനിൽ ദ എൻവയൺമെന്റ് ഇസ് നോട്ട് ഫുള്ളി നോൺ. You should always be ready for the unexpected. Whereas in case of domestic business, you know your environment really well. Second one is, plan and strategy can be worked out for short terms and carried forward to long term. നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് നമുക്കൊരു ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. If we see that our business is working out really well, then we can think about diversification, and after some time then we can move on to modernization. നമുക്ക് expansion എന്നൊക്കെ പറഞ്ഞ് നമുക്ക് decisions നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് അനുസരിച്ച് എടുത്തു പോകാവുന്നതാണ്. So plans and strategies set ചെയ്യുമ്പോൾ we can set the short-term strategies first and then move on to the long-term strategies and plans. But when you're entering into international business, you need to have a vision. Long-term എൻ്റെ ബിസിനസ് എവിടെ എത്തണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് നമ്മളെവരും ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. So you have to set the plans and strategies for a very long period of time. അപ്പം യു നീഡ് ലോട്ട് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്സ് ഇൻ ബിറ്റ്വീൻ. ഒരു പ്ലാൻ മാത്രമല്ല, നിങ്ങളുടെ ലോങ് ടേം പ്ലാനിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലോട്ട് ഓഫ് അതർ പ്ലാൻസ് ഓൾസോ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ആവശ്യമാണ്. Third one, so you know who your competitors are. നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലാവുമ്പോഴത്തേക്കും you know who's going to be your competitor, how far they're going to go, and everything about them. You can predict their movements. Everything is visible to you, അല്ലേ? നമ്മൾ അവരെ ക്ലോസ് ഒബ്സർവേഷനിൽ വെച്ചിരിക്കുവാണ്. അവരെടുക്കുന്ന ഓരോ മൂവ്സും നമ്മൾ അനലൈസ് ചെയ്യുവാണ്. അതിനെ കൗണ്ടർ മൂവ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഡൊമസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് operate and one can understand their movements as well as they are visible. But international competitive forces എന്ന് പറയുമ്പോഴത്തേക്കും they have a vital role. എവിടെ നിന്നാണ് കോമ്പറ്റീഷൻ വരുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സി, നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്ത MNC ആണ്. ആ ഫോറിൻ കൺട്രിയിൽ തന്നെയുള്ള ബിസിനസ് ഫേംസുമായിട്ട് നമുക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് ഇഷ്യൂസ് ഉണ്ടായെന്നിരിക്കും. അല്ലെങ്കിൽ വേറൊരു MNC ആ കൺട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തവർ നമ്മുടെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോയിന്നിരിക്കും. So it is very difficult to understand the motive and movement of competitive forces in international business. എവിടെ നിന്ന് കോമ്പറ്റീഷൻ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. Now in case of domestic business operations, local currency is used for transaction. നമ്മൾ എപ്പോഴും നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. കോസ്റ്റിംഗ്, പ്രൈസിംഗ്, റവന്യൂ, മാർജിൻ, ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരൊറ്റ സിംഗിൾ കറൻസിയിലാണ്. So it's easy. But when it comes to international business, maybe you're exporting your raw materials from somewhere else, then you're giving it for assembling somewhere else, then you're putting it all together and creating the finished product at another country. But there is the involvement of a lot of currencies. So transactions are carried out in various currencies. So exchange rate fluctuations is going to affect your business policy, your investment decision, pricing, costing, everything. But currency fluctuations നമ്മുടെ എല്ലാ aspects affect ചെയ്യുന്നുണ്ട് in case of international business operations. There are even more points. We'll look into some more points of difference. The second slide shows the
Difference between domestic and international business. കുറച്ചും കൂടെ പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ് നമുക്ക് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൺട്രി ആണെങ്കിൽ ഈ റിസ്ക് അവരെ വലുതായിട്ട് എഫക്ട് ചെയ്യത്തില്ല. ദേ വിൽ ബി പ്രിപ്പയർഡ് ടു ഫേസ് ദാറ്റ് റിസ്ക് ബിക്കോസ് ദേ ആന്റിസിപ്പേറ്റിംഗ് ഇറ്റ്. But in case of international business, it is very difficult to predict the risks involved. It will come up at any time and from both known and unknown factors. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ റിസ്ക് എലമെന്റ് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അറിഞ്ഞിടാത്ത കാര്യങ്ങൾ കാരണം നമുക്ക് ചേഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പൊളിറ്റിക്കൽ കണ്ടീഷൻസിൽ ഒരു ടേൺ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ന്യൂ MNCs വന്നതായിരിക്കും. Any factor can pose as a challenge to your business. Next, it is reasonably easy to conduct business research, demand analysis, customer service which are reliable. Domestic business ആകുമ്പോഴത്തേക്കും നമുക്ക് റിസർച്ച് നടത്താനും ഡിമാൻഡ് അനാലിസിസ് നടത്താനും കസ്റ്റമർ സർവേ നടത്താനും ഒക്കെ കുറച്ചും കൂടെ ഈസിയാണ്. നമ്മുടെ തന്നെ രാജ്യമാണ്, നമ്മുടെ തന്നെ ആളുകളാണ്, നമ്മുടെ തന്നെ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടും ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടും കുറച്ചും കൂടെയൊക്കെ ഫ്രീഡം ഉണ്ട്. But when it comes to international business, you're dealing with multilingual, multi-strategic, multicultural human resources. പല ഭാഷയിലുള്ളവരാണ്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. When it comes to domestic business, product and usage is adapted to the local environment as per requirements of the domestic customer. നമ്മൾ പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ നീഡ്സ് എന്താണ്, അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ ബിലീഫ്സിനും വാല്യൂസിനും എഗെയിൻസ്റ്റ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്, അവരുടെ ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. But when it comes to international business operations, the product and usage varies from country to country subject to regulations. അപ്പോൾ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ലോസ് ഒക്കെ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡൈസേഷൻ വേണം. ഒരു സ്റ്റാൻഡേർഡിലുള്ള പ്രോഡക്ട്സ് മാത്രമേ അവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് വിടാനായിട്ട് പറ്റത്തുള്ളൂ, അവർ ഇമ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ മെഷേഴ്സ് എല്ലാം മീറ്റ് ചെയ്യണം. We should be able to check whether our product is adaptable to the changes in that foreign country. പുതിയ പുതിയ റൂൾസോ റെഗുലേഷൻസോ റിക്വയർമെന്റ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പ്രോഡക്റ്റിനെ ചേഞ്ച് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പിന്നെ യൂസേജ് പാറ്റേൺ, ആരൊക്കെയാണ് വാങ്ങിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്. ഒരു പ്രോഡക്റ്റിന് ചിലപ്പോൾ നമ്മൾ ഒരു സിംഗിൾ യൂസ് മാത്രമായിരിക്കത്തില്ല, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുക, വാറണ്ടി നോക്കുക. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ദ പ്രോഡക്റ്റ് വെൻ ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസ്. ഐ ഓൺലി മെൻഷൻഡ് 7 points of difference between domestic business and international business. There are more points that you can refer the notes if you want. വേറെയും കുറെ പോയിന്റ്സ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റിഗാർഡ് ടു ദ ലീഗൽ ആസ്പെക്ട്സ്. ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും മാത്രം നോക്കിയാൽ മതി. ബട്ട് ഇന്റർനാഷണൽ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലോസ്, ഓരോ രാജ്യത്തെയും റെഗുലേഷൻസും ലോസും എല്ലാം നോക്കി അതിനനുസരിച്ച് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പ്രൊമോഷൻ ആണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസ്സിനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം ആരുടെയും ഒരു സോഷ്യലി ഒബ്ജക്ഷനബിൾ അല്ലാത്ത ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ രാജ്യത്ത് അലൗ ചെയ്യും. ബട്ട് ഇന്റർനാഷണൽ ബിസിനസ് വരുമ്പോൾ വി ഷുഡ് കീപ് ഇൻ ടു മൈൻഡ് certain factors such as in certain countries certain type of advertisements are banned. ചിലർക്ക് ആൽക്കഹോൾ അഡ്വർടൈസ്മെന്റ്സ് പാടില്ല, ചിലർക്ക് ഫീമെയിൽ മോഡൽസിനെ യൂസ് ചെയ്തുള്ള അഡ്വർടൈസ്മെന്റ്സ് ബാൻഡ് ആണ്. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. Now, വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ഡൊമസ്റ്റിക് ബിസിനസ്സിലാണ് എന്നുണ്ടെങ്കിൽ ഏത് ചാനൽ വഴിയായിട്ടാണെങ്കിലും, ഇപ്പം റീറ്റെയിലേഴ്സ് വഴിയായിരിക്കാം, ഹോൾസെയിലേഴ്സ് വഴിയായിരിക്കാം, അല്ലാത്ത ഇന്റർമീഡിയറ്റ്സ് വഴിയായിരിക്കാം, ആര് വേണമെങ്കിലും എനിക്ക് സാധനം എത്തിക്കാവുന്നതാണ് കസ്റ്റമേഴ്സിലേക്ക്. But in case of international business, when you are distributing the goods, you need the permission of the government and you need to meet their regulations. എന്നിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഷോപ്പിംഗ് മോൾസ് വഴിയായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, മെയിൽ ഓർഡർ സർവീസ് വഴിയായിട്ടായിരിക്കും. ഇപ്പൊ ഡിഫറെന്റ് മോഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കും. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ ബിസിനസ്, ഈ എക്സ്പോർട്ട് ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ലാർജ് സ്കെയിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ your investment is a huge amount and that also foreign currency involvement ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ points of differences ഉണ്ട് between domestic business and international business. Now we need to look into the various factors that contribute to the growth of MNCs. So there are mainly 5 factors that contribute to the growth of MNCs. First one is expansion of market territory. See, നമ്മുടെ ഒരു എക്കണോമി ഗ്രോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ GDP ഇൻക്രീസ് ചെയ്യുന്നു, പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു. ആളുകളുടെ കയ്യിലുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ദേ ആർ വില്ലിംഗ് ടു സ്പെൻഡ് മോർ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ലീഡ് ടു റൈസ് ഇൻ ദ GDP ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ ഇവൻച്വലി ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് യുവർ എക്കോണമി. ഒരു എക്കണോമി ഗ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റ്, അവിടുത്തെ ആളുകളുടെ ഇൻകം ലെവൽ കൂടുകയാണ്, അവിടുത്തെ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ദ മാർക്കറ്റ് ടെറിട്ടറി ഈസ് ഓൾസോ എക്സ്പാൻഡിങ്. അപ്പം മാർക്കറ്റ് കൂടുതലുണ്ട് എന്ന് കാണുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് MNCs കൂടുതൽ ആ ഏരിയയിലോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് സുപ്പീരിയോറിറ്റി. MNCsന് മാർക്കറ്റ് സുപ്പീരിയോറിറ്റി എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എന്താണ്? സി ദേ ഹാവ് ആക്സസ് ടു മോർ റിലയബിൾ ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ. പല രാജ്യത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ സ്റ്റഡി ചെയ്യുന്നവരാണ് MNCs എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ആക്സസിബിൾ ആണ് ഓരോ ചേഞ്ചസും എന്തൊക്കെ വരുന്നുണ്ട്, വേറൊരു കൺട്രിയിൽ വന്ന ചേഞ്ച് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നൊക്കെയുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അവർക്ക് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? ദേ എൻജോയ് മാർക്കറ്റ് റെപ്യൂട്ടേഷൻ. ഇഫ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ബൈ എ മൾട്ടിനാഷണൽ കമ്പനി ദെൻ പീപ്പിൾ ബിലീവ് ഇറ്റ് ഇസ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി. അപ്പൊ വേറൊരു രാജ്യത്തു നിന്നുള്ള ഫോറിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ആ ഒരു ഇംപ്രഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ മാർക്കറ്റ് റെപ്യൂട്ടേഷൻ എൻജോയ് ചെയ്യുന്നു. തേർഡ് വൺ, ദേ ഫേസ് ലെസ് ഡിഫിക്കൽട്ടി ഇൻ മാർക്കറ്റിംഗ് ദ പ്രോഡക്ട്സ്. ആളുകൾക്ക് ആ ഒരു ഇംപ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലാതെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ്. പിന്നെ advertising and sales promoting techniques used by them are more efficient than that of the domestic business. പിന്നെ ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ഒക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളിൽ ബേസ്ഡ് ആണ്, പല ഇന്റർമീഡിയറീസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ പെട്ടെന്ന് ഒരു സാധനം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് എത്തിക്കാനായിട്ട് അവർക്ക് വെയർഹൗസസ് അവൈലബിൾ ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. സോ ദേ ഡു എൻജോയ് മാർക്കറ്റ് സുപ്പീരിയോറിറ്റി വിച്ച് ലീഡ്സ് ടു ദിയർ ഗ്രോത്ത്. സെക്കൻഡ് ഇസ് ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റീസ്. MNCs എന്ന് പറയുമ്പോഴത്തേക്കും ഫോറിൻ ഫണ്ട്സ് ഒരുപാട് വരുന്നുണ്ട്. ദേ ക്യാൻ അട്രാക്ട് ഫണ്ട്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. നമ്മുടെ കൺട്രിയിൽ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ മാത്രമല്ല, ഇനി എന്ത് ചെയ്യാവുന്നതാണ്, ഇവർക്ക് എക്സസ് ഫണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ഇറ്റ് ടു കേറ്റർ ഇറ്റ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ ഇൻ അനദർ കൺട്രി. വേറൊരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിയിലുള്ള ആളുകളുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സസ് ഫണ്ട്സ് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ MNCsന് മണി ലെൻഡ് ഔട്ട് ചെയ്യാൻ ഇന്റർനാഷണൽ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറച്ചും കൂടെ വില്ലിങ് ആയിരിക്കും. ഇനി അവർക്ക് ഫണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് വെച്ച് സാധനം മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ഇവർക്ക് ഫണ്ട്സ് ഉള്ളത് കാരണം തന്നെ ഇവർക്ക് ഹൈലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ദേ എൻജോയ് ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റി ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ ഗ്രോത്ത് ഓഫ് MNC. Next is technological superiority. See, ഈ MNCsനെയൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ വെൽക്കം ചെയ്യുവാണ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദിയർ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ MNCs വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു ഇന്റൻഷൻ ഉള്ള കാരണം ദേ വിൽ പ്രൊമോട്ട് MNCs. ലാസ്റ്റ് ഇസ് പ്രോഡക്റ്റ് ഇന്നോവേഷൻസ്. പ്രോഡക്ട്സിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാനായിട്ട് MNCsന് പറ്റും ബിക്കോസ് ഓഫ് ദിയർ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഒരു യുണീക്ക് പ്രോഡക്റ്റ് at the first time when they introducing it in the market will be a unique product and there will be more demand for those products and will lead to the growth of MNC. So these are the factors that contribute to the growth of MNC. Next we'll have to look into the role of MNC in India. Okay, so let's see the role of MNCs in India. First one is profit maximization. MNCs start ചെയ്യുന്നത് തന്നെ എന്ത് ഇന്റൻഷനോട് കൂടിയാണ്? ടു മാക്സിമൈസ് their profits. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി they will go to any extent. അപ്പം they might over exploit the resources in your own country or they might engage in tax evasion.
അപ്പൊ അങ്ങനത്തെ ടാക്സ് കുറച്ചു കാണിക്കാനും കള്ളത്തനത്തിൽ കാണിക്കാനും എങ്ങനെയും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും MNCs ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്ത്യയിലുള്ള MNCs നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. So first one is they aim at profit maximization. Second is international network of marketing. See, when we are allowing an MNC to set up their business in our country, we expect foreign exchange to flow to our country in the form of exports. അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു MNC ഇവിടെ വന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്യും, they will start functioning, then they will start producing the product, then they will start exporting the product to other countries, and thereby our country will be earning some foreign exchange. ബട്ട് എന്താണ് റിയലി സംഭവിക്കുന്നത് ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MNCs നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത ശേഷം അവർ എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് അവരുടെ കൺട്രിയിൽ നിന്ന് നമ്മുടെ കൺട്രിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മുടെ ഇവിടുത്തെ ഫോറിൻ കറൻസിയിലാണ് പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അവർ പേയ്മെന്റ് നടത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോറിൻ കറൻസിയുടെ റിസർവിൽ കുറവ് വരുന്നു. നമ്മൾ എടുത്ത് അങ്ങോട്ടാണ് കറൻസീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്. Third one, diversification policy. നമ്മൾ വിചാരിക്കുന്നത് MNC ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും they will diversify into various untapped areas and priority areas. അതായത് കോർ ഇൻഡസ്ട്രീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസിലെല്ലാം അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് പോയി അവിടെയൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്നുള്ളതാണ്. ബട്ട് MNC എന്താണ് ചെയ്യുന്നത്, അത്ര പ്രോഫിറ്റബിൾ അല്ലാത്ത ഈ ഏരിയാസിലൊന്നും അവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. പ്രോഫിറ്റബിൾ ഏരിയാസിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സെക്ടർ പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് കോൺസെൻട്രേഷൻ ഇൻ കൺസ്യൂമർ ഗുഡ്സ്. അവർ ഫോക്കസ് ചെയ്യുന്നത് മോർ ദാൻ ഇൻ ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനാണ് MNCs ഇന്ത്യയിൽ ശ്രമിക്കാറ്. ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്താലേ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ്. ഇപ്പം നമുക്കിപ്പോൾ മെഷീനറി പോലുള്ള ഐറ്റംസ് ഒന്നും ആരും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് MNCs സെറ്റപ്പ് ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ ഇപ്പം ഡെയിലി യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനാണ് MNCs ഫോക്കസ് ചെയ്യുന്നത്. Then next is location of the central control offices. അപ്പം ഈ MNCs establish in one country and they will extend their activities to other countries through central control offices. അപ്പം ഒരിടത്ത് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, പല രാജ്യത്തും അവരുടെ കൺട്രോൾ നടത്തുന്നത് ത്രൂ സെൻട്രൽ കൺട്രോൾ ഓഫീസ് വഴിയായിട്ട്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കൺട്രീസ്, പെർട്ടിക്കുലർ കൺട്രീസിന്റെ ബിസിനസ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നത് നിരോധിക്കും അല്ലെ. ദേ വിൽ നോട്ട് അലൗ സർട്ടൻ കൺട്രീസ് ടു സെറ്റ് അപ്പ് ബിസിനസ് ഇൻ ദിയർ കൺട്രി. അപ്പോൾ സപ്പോസ് കൺട്രി A പറയാണ് കൺട്രി B നമ്മളുമായിട്ട് ട്രേഡ് ചെയ്യണ്ട, നമുക്ക് താല്പര്യമില്ല, അവിടെ MNCs വന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ബട്ട് ഇൻ ദ സെയിം സിറ്റുവേഷൻ കൺട്രി സിയുമായിട്ട് കൺട്രി A കുറച്ചും കൂടെ ഫേവറബിൾ ഫ്രണ്ട്ലി കണ്ടീഷനിലാണ്. ദേ വിൽ അലൗ കൺട്രി C ടു ട്രേഡ് വിത്ത് ദം. വാട്ട് ടു കൺട്രി B ഡു? കൺട്രി B സിയിൽ പോയി അവരുമായിട്ടൊരു MNC ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം ബിയിലുള്ള സിയുടെ MNC വിൽ ട്രേഡ് വിത്ത് A. അപ്പം അൾട്ടിമേറ്റ്ലി അവരുടെ പ്രോഡക്റ്റ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രി അവരൊരു ഇന്റർമീഡിയറി ആയിട്ട് യൂസും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, അവർക്ക് പലയിടത്തും കൺട്രോൾ ഓഫീസസ് ഉണ്ട്. അപ്പൊ ഒരു രാജ്യത്തിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റ് കയറ്റിവിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് അവർ കയറ്റിവിടാനായിട്ട് നോക്കുന്നുണ്ട്. Next is techniques to achieve public acceptabilities. MNCs adopt a number of techniques to achieve acceptability of the people of the country. അപ്പം എന്താ ചെയ്യുക, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സിനേക്കാൾ MNCsന്റെ പ്രോഡക്ട്സിനെ ആളുകൾ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പബ്ലിക് അക്സെപ്റ്റബിലിറ്റി കിട്ടാനായിട്ട് they will resort to any means. They will try to make the consumer believe that they completely identify with our culture. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നു, ആളുകളുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില റിലീജിയസ് കമ്മ്യൂണിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ്, അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അവർ ഇടുന്നുണ്ട്. And the next is existence of modern and sophisticated technology. So they have got access to latest technology. But നമ്മൾ എന്താ ചെയ്യുന്നത്, when we welcome MNCs, we are expecting that they will enter into a joint venture with the Indian company. അപ്പോൾ ആ ഇന്ത്യൻ കമ്പനിക്കും ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ പറ്റി മനസ്സിലായി തുടങ്ങും എന്നാണ്.
ഇവിടെ MNCs എന്താണ് ചെയ്യുന്നത്, അവർ കൊളാബറേഷൻസ് ഒന്നുമില്ല, ഡയറക്ട്ലി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് ടെക്നോളജി യൂസ് ചെയ്ത് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതേ ഉള്ളൂ. ദേ ഡു നോട്ട് ഷെയർ ദിയർ ടെക്നോളജി വിത്ത് അവർ കൺട്രി. അപ്പൊ ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആയിട്ടുള്ള കൊളാബറേഷൻസ് വേണം എന്ന് ഗവൺമെന്റിന് ഒരു റൂൾ വെക്കാവുന്നതാണ്. Then only we can access their technology. Next is concern towards social responsibilities and business ethics. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പം ആളുകളോടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയോ ബിസിനസ് എത്തിക്സിനെ പറ്റിയോ ഒന്നും അവർ ബോധേഡ് അല്ല. ഓർ ദിസ് എത്തിക്സ്, what your idea about what is right and wrong, your idea about what is evil and good, അങ്ങനെയൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. പ്രോഫിറ്റ് മോട്ടീവോട് കൂടി മാത്രമാണ് MNCs ബിസിനസ് റൺ ചെയ്യുന്നത് ഇൻ ഇന്ത്യ. അപ്പൊ ഇത്രയാണ് ഈ ടോപ്പിക് ഉള്ളത്. ഇനി ഒരു 2 ടോപ്പിക്സ് കൂടി ഉണ്ട്, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.